ലഹരി മാഫിയയുടെ വേരറുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ അതീവ നിർണായക ഘട്ടത്തിലേക്ക്. മയക്കുമരുന്ന് മാഫിയയുടെ അന്താരാഷ്ട്ര കണ്ണികളെക്കുറിച്ചും ലഹരിക്കടത്തിന്റെ പ്രധാന ഉറവിടങ്ങളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി DGP റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി. ലഹരിക്കടത്തിന്റെ പ്രധാന കേന്ദ്രം ബംഗളൂരു ആണെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ആന്ധ്ര, ഒറീസ അതിർത്തികളിൽ നിന്നാണ് കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് എത്തുന്നതെന്നും പ്രതികൾക്ക് തായ്ലൻഡ്, കംബോഡിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ മയക്കുമരുന്ന് മാഫിയകളുമായി അടുത്ത ബന്ധമുണ്ടെന്നും DGP സ്ഥിരീകരിച്ചു. ലഹരിയുടെ ഈ ഉറവിടം പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ ഒരു ഉന്നതതല യോഗം ജൂലൈ 2ാം വാരത്തിൽ ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആവിഷ്കരിച്ച ഈ വൻ ലഹരി വിരുദ്ധ വേട്ടയിൽ ഇതുവരെ 4146 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിവിധ ഭാഗങ്ങളിൽ നിന്നായി 4471 പേരെ പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. പ്രതികളിൽ നിന്ന് 2203 ഗ്രാം MDMAയും വലിയ അളവിൽ കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ മാത്രം 36 കേസുകളാണ് പോലീസ് ചാർജ് ചെയ്തിരിക്കുന്നത്. മസ്കറ്റിൽ നിന്ന് എത്തിയവർക്കും ഈ ലഹരി ശൃംഖലയിൽ പങ്കുണ്ടെന്നാണ് ചോദ്യം ചെയ്യലിൽ നിന്നും വ്യക്തമാകുന്നത്. പിടിച്ചെടുത്തവരിൽ നിന്നും ലഭിച്ച നിർണായക വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിയിട്ടുണ്ടെന്നും സ്കൂളുകളിൽ കനത്ത ജാഗ്രത തുടരുമെന്നും DGP വ്യക്തമാക്കി.